ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പീരീഡ് ആകുന്ന സമയത്ത് 5 ദിവസത്തിൽ താഴെയാണ് നിങ്ങൾക്ക് മെൻസ്ട്രൽ ഫ്ലോ ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ. സാധാരണ പലർക്കും ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്. പലരും നമ്മളോട് സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി പീരീഡ്സ് ആകുന്ന സമയത്ത് ബ്ലീഡിങ് പോകുന്നത് വളരെയധികം കുറവാണ്, 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസമൊക്കെ മെൻസ്ട്രൽ ഫ്ലോ ഉണ്ടായിരുന്നു, എനിക്ക് പെട്ടെന്ന് തന്നെ ഫ്ലോ കുറഞ്ഞു പോയി, വളരെ കുറച്ചാണ് ഫ്ലോ ഉണ്ടായത് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് ലോ മെൻസ്ട്രൽ ഫ്ലോ അല്ലെങ്കിൽ ലോ പീരീഡ് അല്ലെങ്കിൽ ലെസ് പീരീഡ് എങ്ങനെയാണ് നമ്മുടെ ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യുന്നത് എന്നതിനൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. സാധാരണയായിട്ട് എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട്, ചേച്ചി മെൻസ്ട്രൽ ബ്ലീഡിങ് കുറവാണ്, അല്ലെങ്കിൽ എത്രത്തോളമാണ് ഒരു സ്ത്രീക്ക് നോർമലായിട്ട് മെൻസ്ട്രേഷൻ വേണ്ടത്, എത്ര ദിവസം ബ്ലീഡിങ് ഉണ്ടാവണം, ഇതൊക്കെ എല്ലാവർക്കും സംശയമാണ്. പീരീഡ്സിൻ്റെ ബ്ലഡ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് പ്രഗ്നൻസി അഫക്റ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ഇന്ന് കൃത്യമായിട്ട് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു മെൻസ്ട്രേഷൻ ആണ് ഉണ്ടാവുന്നതെങ്കിൽ അതിൽ ഒരു 2 ദിവസത്തിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാക്കും. പക്ഷേ നോർമലി നമുക്ക് പോകുന്ന മെൻസ്ട്രേഷൻ 2ാമത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് അവസാനിക്കുന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 2 days മാത്രമാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ലോ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആണ്, ലോ പീരിയഡ് ഫ്ലോ ആണ്. അത് പല സ്ത്രീകൾക്കും ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമാകുന്നു. ഹെൽത്തി ആയിട്ടാണ് നമുക്ക് മെൻസ്ട്രേഷൻ പോകുന്നതെങ്കിൽ പീരീഡ്സിൻ്റെ ബ്ലീഡിങ് പോകുന്ന ദിവസം നമ്മൾ അറ്റ്ലീസ്റ്റ് 3 പാഡെങ്കിലും ഒരു ദിവസം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നു. 3 പാഡ് മൊത്തം ഫുള്ള് നിറഞ്ഞതിന് ശേഷം നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട അത്രയും ബ്ലീഡിങ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു 2 ദിവസമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു മെൻസ്ട്രേഷൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഒരു ദിവസം നമുക്ക് തുടങ്ങുന്നു, ചെറിയ ചെറിയ സ്പോട്ടിങ് മാത്രമേ ഉള്ളൂ, 2ാമത്തെ ദിവസം ആകുമ്പോൾ ഫുള്ളായിട്ട് നിന്നു പോകും. അങ്ങനെയാണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ അതൊരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു പീരീഡ്സ് അല്ല. അങ്ങനെ പോകുന്ന പീരീഡ്സിനെ കണ്ടുകൊണ്ട് ആശ്വസിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് വേദനയുള്ളവരൊക്കെയാണ് പീരീഡ്സിന്റെ സമയത്തെങ്കിൽ ബ്ലീഡിങ് കുറയുമ്പോഴേക്കും അവർക്ക് ആശ്വാസമാണ്, ഇതൊന്ന് കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ അത് നിങ്ങളിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കൂടി സൂചനയായിരിക്കും കേട്ടോ. ആ ഇൻഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ഓവുലേഷൻ നടക്കാത്തത് കൊണ്ടായിരിക്കും. ഓവുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ഏതെങ്കിലും ഒരു അണ്ഡാശയത്തിൽ നിന്ന് അണ്ഡം പുറത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ്. പീരീഡ്സ് ഉണ്ടാകുന്ന ഒരു സ്ത്രീക്ക് എല്ലാ മാസവും ഓവുലേഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുപോലെ എല്ലാ മാസവും ഓവുലേഷൻ നടക്കുന്ന ഒരു സ്ത്രീക്ക് പീരീഡ്സും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇത് രണ്ടും കൂടി മാച്ചായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഓവുലേഷൻ പയ്യെ ഇല്ലാതാവുകയാണെങ്കിൽ, ഓവുലേഷൻ ഇപ്പോൾ മറ്റേതെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ട് ഓവുലേഷൻ നിന്ന് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പീരീഡ്സിലെ ബ്ലീഡിങ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കും അവർക്ക് ഓവുലേഷൻ ചിലപ്പോൾ ചിലർക്ക് സ്റ്റോപ്പ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്, എക്സസ് ആയിട്ട് പ്രൊലാക്റ്റിൻ കൂടുന്നതുകൊണ്ട്. അങ്ങനെയുള്ളവർക്കും പീരീഡ്സ് ചിലപ്പോൾ പോകുന്നതിൻ്റെ അളവ്, ബ്ലീഡിങ്ങിൻ്റെ അളവ് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ഓവുലേഷൻ നടക്കാതെ വരുന്നതാണ് ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്. നിങ്ങൾ പീരീഡ്സിൻ്റെ ബ്ലീഡിങ് കുറവാണെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റിൽ എത്രത്തോളം ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ടെന്ന്, അതായത് നമുക്ക് പീരീഡ്സിന് എത്രത്തോളം ഫ്ലോ പോകുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. ആ ദിവസങ്ങളിൽ വെച്ച് നിങ്ങൾ നോക്കുമ്പോഴേക്കും ഓവുലേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടോ, കൃത്യമായിട്ടുണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഓവുലേഷൻ്റെ ലക്ഷണങ്ങളൊന്നും നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ആ ഓവുലേഷൻ നടക്കുന്ന ദിവസം വെച്ചിട്ട് നിങ്ങൾ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് മേടിച്ച് യൂസ് ചെയ്യുക. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റുകളിലും അതുപോലെ ഡയറക്റ്റ് ആയിട്ട് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ഓൺലൈനായിട്ടുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും നിങ്ങൾക്കത് മേടിക്കാവുന്നതാണ്. അത് ഉപയോഗിച്ചിട്ട് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അവരുടെ പുറകിൽ പറഞ്ഞിട്ടുള്ള ഡയറക്ഷൻസ് അനുസരിച്ചിട്ട് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കുക. ആ സമയത്ത് മാത്രം നിങ്ങൾ സാമ്പിൾ കളക്ട് ചെയ്യുക കേട്ടോ. എന്നിട്ടും നിങ്ങൾക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് നിങ്ങൾ ഫോളിക്കുലർ സ്റ്റഡി മസ്റ്റ് ആയിട്ട് ചെയ്യണം, അണ്ടം വളരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ അണ്ടർ വെയിറ്റ് ആയി പോവുക. അണ്ടർ വെയിറ്റ് ആവുന്നതും നമ്മൾ ഓവർ വെയിറ്റ് ആവുന്നതും പലർക്കും പീരീഡ്സിൻ്റെ ഫ്ലോയിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഉയരത്തിനും നമ്മുടെ ആ ഒരു പൊക്കത്തിനും അനുസരിച്ചിട്ടുള്ള ശരീരഭാരമാണ് ഏത് സ്ത്രീക്കും പുരുഷനും വേണ്ടത്. അതിനേക്കാളും ഓവറായിട്ട് കുറഞ്ഞു പോവുകയോ കൂടി പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ സാരമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ ആ ഒരു ഫ്ലോ നിൽക്കുന്നതിനും കുറച്ചങ്ങോട്ട് പോകുമ്പോഴേക്കും പീരീഡ്സേ ഇല്ലാതാവുന്നതിനും അത് കാരണമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലീഡിങ് കുറവുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഉയരത്തിനും നിങ്ങളുടെ പ്രായത്തിനും അനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണോ നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. മൂന്നാമത്തെ റീസൺ ആണ് തൈറോയ്ഡ്. ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ പീരീഡ്സിനെ അഫക്റ്റ് ചെയ്യും. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ചേച്ചി തൈറോയിഡ് ഉണ്ട്, അപ്പോൾ എനിക്ക് പ്രഗ്നൻസി കിട്ടുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. തൈറോയിഡ് ഉണ്ടായിട്ടും പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ട് മെഡിക്കേഷൻസ് എടുത്തിട്ട് വേണം നിങ്ങൾ തൈറോയിഡ് ഉള്ള ഒരാൾ പ്രഗ്നൻസി നോക്കാൻ വേണ്ടിയിട്ട്. കാരണം അതല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഒട്ടും ടെൻഷൻ ആവേണ്ട, ഡോക്ടർ എഴുതി തന്ന തൈറോയിഡിൻ്റെ മെഡിസിൻ കൃത്യമായിട്ട് എടുത്താൽ മതി, ഒരു പ്രശ്നം നമുക്ക് അവിടെ ഉണ്ടാവില്ല കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക.
നാലാമത്തെ റീസൺ ആണ് PCOD അല്ലെങ്കിൽ PCOS. ഒരുപാട് സ്ത്രീകൾക്കുണ്ടാവുന്ന, ഞാൻ ഉൾപ്പെടെ ഒരുപാട് സ്ത്രീകൾക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് PCOD അല്ലെങ്കിൽ PCOS എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള വ്യത്യാസം, നമ്മുടെ ഡയറ്ററി ചേഞ്ചസിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഇതെല്ലാം കൊണ്ടാണ് പലർക്കും PCOD ഉണ്ടാകുന്നത് കേട്ടോ. PCOD ഉണ്ടാകുന്നവർക്ക് ഫോളിക്കിൾസ് കൃത്യമായിട്ട് വളരാനും പൊട്ടാനുമായിട്ടുള്ള സാഹചര്യം ശരീരത്തിൽ കിട്ടുന്നില്ല, ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ട്. അങ്ങനെയുള്ള സ്ത്രീകൾക്കും പീരിയഡ്സിന്റെ സമയത്ത് മെൻസ്ട്രൽ ഫ്ലോ കുറയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത റീസൺ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആകുന്ന ഒരു മാസത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പീരിയഡ്സ് വരുന്നതെന്ന്. ചിലർക്ക് ഒരുപാട് നേരത്തെ പീരിയഡ്സ് വരും, ചിലപ്പോൾ എക്സ്പെക്റ്റഡ് ഡേറ്റിനേക്കാളും 5-6 ദിവസം മുമ്പ് പീരിയഡ്സ് വരും. ചിലർക്ക് ഒരുപാട് നീണ്ടുപോകും, ചിലർക്ക് ഭയങ്കര ബ്ലീഡിങ് ഉണ്ടാവും, ചിലർക്ക് ബ്ലീഡിങ് വളരെ കുറവായിരിക്കും. സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരു ദിവസം സ്ട്രെസ് അനുഭവിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ സ്ട്രെസ്സിൽ പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ടാർഗറ്റ് ഒക്കെ വെച്ചിട്ട് ജോലി ചെയ്യുന്നവരുണ്ടാവില്ലേ, ടാർഗറ്റ് അച്ചീവ് ചെയ്യാതെ വരുമ്പോഴേക്കും ഒരുപാട് പേര് ടെൻഷനാകും. അതുപോലെ ഒരുപാട് ടെൻഷനുള്ള ജോലികളാണെങ്കിൽ, കസ്റ്റമർ ഡീലിങ്സും ഹാൻഡ്ലിങ്സും ഒക്കെ ഒരുപാടുള്ളവരാണെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ അതൊന്നും വേണ്ട, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന ഒരു വീട്ടമ്മയ്ക്കാണെങ്കിലും കുഞ്ഞുണ്ടാവാത്തതിലുള്ള ടെൻഷൻ, സാമ്പത്തികപരമായിട്ടുള്ള ടെൻഷൻ, ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടെൻഷൻ, ഇൻലോസുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്, സ്വന്തം അച്ഛനും അമ്മയായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ടെൻഷൻ വീട്ടിൽ നിൽക്കുന്ന ഒരു സ്ത്രീക്കും ഉണ്ടാകും. ഈ ടെൻഷൻ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മുൻപോട്ടേക്ക് പോവുകയാണെങ്കിൽ അത് പലരുടെയും ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യും. പീരിയഡ്സ് ഇല്ലാതെയാകും, ഓവുലേഷൻ ഇല്ലാതെയാകും, പ്രഗ്നൻസി വളരെയധികം നീണ്ടുപോകും. അതിനൊക്കെ കാരണമാവും കേട്ടോ. അപ്പോൾ എക്സസ് ആയിട്ട് ടെൻഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കും. ആറാമത്തെ റീസൺ എന്ന് പറയുന്നത് അനീമിയാണ്. അനീമിയ എന്ന് പറയുന്നത് നമുക്ക് വിളർച്ച ഉണ്ടാവുക, നമ്മളുടെ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽസിന്റെ കൗണ്ടിൽ കുറവ് വരിക. അനീമിയ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് പീരിയഡ്സിന്റെ ബ്ലീഡിങ്ങിൽ കുറവായിരിക്കും ഉണ്ടാകുന്നത്. കാരണം നമ്മൾ അനീമിക് ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്ലീഡിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിൽ അത്രയും കൂടി അയോൺ കണ്ടന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് ഇത് മുഴുവനായിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ വരുമ്പോഴേക്കും ഏറ്റവും ആദ്യത്തെ കേസിൽ നിങ്ങൾക്ക് ബ്ലീഡിങ് കുറയും, അടുത്തൊരു കേസിൽ പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്തോറും ബ്ലീഡിങ് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അനീമിക് ആണോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് വിളർച്ചയുണ്ടാവുന്നത്, തളർച്ചയുണ്ടാവുന്നത്, തലകറങ്ങി വീഴുന്നത് അല്ലെങ്കിൽ വീഴാനായിട്ട് പോകുന്നത്, ഇതെല്ലാം നിങ്ങൾ അനീമിക് ആയതിൻ്റെ ലക്ഷണമാണ്. ഈ ലക്ഷണം കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത ഏറ്റവും ലാസ്റ്റത്തെ റീസൺ എന്ന് പറയുന്നത് ബർത്ത് കൺട്രോൾ പിൽസ് എടുക്കുന്നവർ. ചിലവരൊക്കെ ഉണ്ട്, നമ്മൾ IPL ആയിട്ടുള്ള മെഡിസിൻ എടുക്കുന്നില്ലേ, എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ് നമ്മൾ എടുക്കുന്നവർ. അതുപോലെ ബർത്ത് കൺട്രോൾ പിൽസ് ഒരു മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നവരുണ്ടല്ലോ. ഇപ്പോൾ ഹസ്ബൻഡ് വരാനായിട്ട് തുടങ്ങുമ്പോഴേക്കും പലരും ബർത്ത് കൺട്രോൾ പിൽസ് എടുക്കാറുണ്ട്, ചിലർ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചെക്ഷൻസ് എടുക്കാറുണ്ട്. ഇതെല്ലാം എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ ആദ്യത്തെ മാസങ്ങളിൽ നമ്മുടെ പീരിയഡ്സിനെ അത് അഫക്റ്റ് ചെയ്യാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ മാസത്തിൽ അത് പീരിയഡ്സിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് അതുമായിട്ട് നമ്മുടെ ശരീരം പൊരുത്തപ്പെട്ട് വരുമ്പോഴേക്കും നോർമലായിട്ട് പോകാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ് എടുക്കാറില്ലേ, IPL പോലെയുള്ള മെഡിസിനൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലർക്ക് ഇറഗുലർ ആയിട്ട് സ്പോട്ടിങ് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ IPL എടുത്ത് ആദ്യത്തെ ആഴ്ച കഴിയുമ്പോൾ തന്നെ ബ്ലീഡിങ് ഉണ്ടാകും, ചിലർക്ക് ഒരുപാട് ബ്ലീഡിങ് നീണ്ടുപോകും, ചിലർക്ക് ഭയങ്കര ഫ്ലോ ഉണ്ടാകും, ചിലർക്ക് ഒട്ടും ഫ്ലോ ഉണ്ടാവില്ല. അതും അതിൻ്റെ ഒരു റീസൺ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകുന്നവരാണോ എന്ന് ഏറ്റവും ആദ്യം മോണിറ്റർ ചെയ്യണം. പീരിയഡ്സിൻ്റെ ബ്ലീഡിങ് നിങ്ങൾക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാനും പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് മാതള നാരങ്ങ കഴിക്കുക, അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് കഴിക്കാം. പിന്നെ നമ്മൾ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ വെള്ളം അങ്ങോട്ട് കുടിക്കുക, അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും ഒപ്പം അങ്ങോട്ട് കഴിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ബ്ലീഡിങ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ എള്ള് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മാസം നിങ്ങൾക്ക് ബ്ലീഡിങ് വളരെയധികം കുറവ് പോകുന്നുണ്ടെങ്കിൽ അടുത്ത മാസവും എങ്ങനെയാണ് അത് പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് മന്തും നിങ്ങൾക്ക് ബ്ലീഡിങ് വളരെ കുറവായിട്ടാണ് പോകുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല, ഉടനെ ഒരു ഡോക്ടറെ പോയി കാണണം. ആ ഡോക്ടറോട് തരുന്ന മെഡിസിൻ എടുക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ഈ ഹോം റെമഡീസും ഫോളോ ചെയ്യാവുന്നതാണ്. അല്ലാതെ ഹോം റെമഡീസ് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം ഇത് നമ്മൾ എന്താണ് കണ്ടീഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഹോം റെമഡീസും ഒപ്പം ഡോക്ടർ തരുന്ന മെഡിസിനും നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.